നമസ്തേ. ഒരാള് സംശയം ചോദിച്ചു, നിലവിളക്കില് എത്ര തിരിയിടണം? ആത്യന്തികമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്, എത്ര തിരിയിടുന്നു എന്നതിലല്ല പ്രമാണം, അകത്ത് പ്രകാശമുണ്ടോ എന്നുള്ളതിൽ തന്നെയാണ് എന്നാണ് പ്രാധാന്യം. ഭാരതീയ സങ്കല്പം അനുസരിച്ച് സന്ധ്യാവേളകളെ 3 സന്ധ്യകളെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പ്രഭാത സന്ധ്യ, ഒന്ന് മധ്യാഹ്ന സന്ധ്യ, ഒന്ന് ത്രിസന്ധ്യ അഥവാ സായം സന്ധ്യ, ശ്രീസന്ധ്യ എന്നൊക്കെ പറയാറുണ്ട്. മനസ്സിലാക്കിയിരിക്കുന്ന വിഷയം, 1 തിരിയാണോ 2 തിരിയാണോ 3 തിരിയാണോ 5 തിരിയാണോ എന്നുള്ളതല്ല. ആത്യന്തികമായി ഇരുട്ടിനെ മാറ്റി അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. 5 തിരിയിട്ട് കത്തിച്ചാൽ ഐശ്വര്യമാണോ, 3 തിരിയിട്ട് കത്തിച്ചാൽ ധനലാഭമാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ നിലവിളക്കുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കേരളത്തിന് പുറത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ ലക്ഷ്മി വിളക്കുകൾ, ചിലയിടത്തൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ മൺചിരാതുകൾ വരെ ഉപയോഗിക്കാറുണ്ട്. ഓരോ തിരി വീതമാണ് ഇടുക, നമുക്കറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം, ഈ 5 തിരിയിട്ടാലേ ഐശ്വര്യം ഉണ്ടാകൂ എന്ന് വാദിക്കുന്നവര് ഇവർക്കാർക്കും ഐശ്വര്യം വേണ്ട എന്ന് പറയാറില്ലേ? അവർക്കാർക്കും ഐശ്വര്യം ഉണ്ടാകാറില്ലേ? ഐശ്വര്യമുണ്ട്, തീർച്ചയായിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ശ്രീകോവിലിന്റെ അകത്തേക്ക് നോക്കും, എത്ര തിരിയാണ് കത്തിച്ചു വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം, ഒരു നിലവിളക്കിലൊക്കെ 10, 27, 20 ഒക്കെ തന്നെ തിരികളിട്ട് നല്ല മുല്ലമുട്ട് പോലെ നല്ല ഭംഗിയായിട്ട് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നിലവിളക്കിൽ എത്ര തിരിയിടുന്നു എന്നതിലല്ല നമ്മുടെ വിഷയങ്ങൾ കിടക്കുന്നത്. നമ്മുടെ വിഷയങ്ങൾ കിടക്കുന്നത്, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അകത്ത് പ്രകാശമുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നമ്മൾ പുറത്ത് കത്തിച്ചു വെക്കുന്നതായിരിക്കുന്ന ദീപം. എപ്പോഴും ഈശ്വര ഭജനം നടത്തുന്ന സ്ഥലങ്ങളും ഈശ്വരീയമായിരിക്കുന്ന കാര്യങ്ങളും പരിശുദ്ധമായി തന്നെ ചെയ്യണം. അപ്പൊ അതിൽ എത്ര തിരി, അത് അവരവരുടെ യുക്തി, അവരവരുടെ സൗകര്യം അനുസരിച്ച്. ചെറിയ നിലവിളക്കിലൊക്കെ എന്തിനാ 5 തിരിയിട്ട് കത്തിക്കുന്നത്? 5 തിരി 7 തിരി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പം മംഗളകർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്രയും തിരിയിടണം എന്നുള്ളത്. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഐശ്വര്യദായം. 1 ഇട്ടാലും ഐശ്വര്യമുണ്ട്, 5 ഇട്ടാലും ഐശ്വര്യമുണ്ട്, 7 ഇട്ടാലും ഐശ്വര്യമുണ്ട്. ഇരുട്ടിനെ മാറ്റുക, അറിവിലേക്ക് നയിക്കുക, അല്ലെ അറിവിലേക്ക് പോവുക, അതാണ് പ്രകാശം. അറിവിലും ഏറി അറിവറിഞ്ഞിടുന്നവൻ തന്നൊരു വിലം പുറത്തും ഉജ്ജ്വലിക്കും എന്ന് നാരായണ ഗുരുദേവൻ സുന്ദരമായി ആത്മ ഉപദേശ ശതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് നമ്മൾ തീപ്പന്തം കത്തിച്ചു വെച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ പ്രകാശമില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാവണം. ആ ഉള്ളിലെ പ്രകാശത്തിന്റെ പ്രതിഫലനമാവണം നമ്മുടെ വീടുകളിൽ നമ്മൾ തെളിക്കുന്ന സന്ധ്യാദീപം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആവട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്തതായിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ ഒന്നും പോയി പെടാതെ ഇരിക്കുക. എപ്പോഴും നിങ്ങളുടെ മനസമാധാനം നിങ്ങളുടെ മാത്രം സ്വകാര്യ സമ്പത്താണ് എന്ന് മറക്കരുത്. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഏവർക്കും നല്ല സുന്ദരമായിരിക്കുന്ന ഒരു ജീവിത സങ്കല്പങ്ങൾ ഉണ്ടാവട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പരമേശ്വരന്റെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ.